ഹലോ കൂട്ടുകാരെ, അബീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വാട്ടുകപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പഴയ തലമുറയ്ക്കൊക്കെ അതെന്താണെന്നറിയാം. എന്നാലേ ഇന്നത്തെ ജനറേഷന് വേണ്ടി ഞാനത് എന്താണെന്നൊന്ന് പറയാം. പച്ചക്കപ്പ അരിഞ്ഞ് വാട്ടി ഉണങ്ങിയെടുക്കുന്നതാണ് വാട്ടുകപ്പ എന്ന് പറയുന്നത്. ഞാനിവിടെ കുറച്ച് കപ്പ ഒരു 4 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഇവിടെ അരിഞ്ഞ് ഉണങ്ങിയതാണ്. ഈ ഒരു വലിപ്പത്തിൽ തൊലിയൊക്കെ കളഞ്ഞ് ഉണങ്ങിയെടുത്തിട്ടുള്ളതാണ്. പണ്ടൊക്കെ കപ്പയുടെ പുറത്തെ തൊലി മാത്രം കളഞ്ഞിട്ട് വലുതായിട്ടായിരുന്നു അരിയുന്നത്. അത് പിന്നെ തലേ ദിവസമേ കുതിർത്ത് തൊലി കളഞ്ഞ് ഒടിച്ചൊക്കെ എടുക്കണമായിരുന്നു. ഇങ്ങനെ അരിഞ്ഞുണങ്ങിയാൽ ഇത് വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നികക്ക വെള്ളമാണ് വേണ്ടത്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊരടപ്പ് വെച്ച് അടച്ച് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. കപ്പ വേകുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്, ഒരു 4 കാന്താരി എടുത്തിട്ടുണ്ട്, ഒരു 4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. കാന്താരിക്ക് പകരം പച്ചമുളക് എടുത്താലും മതി. പച്ചമുളക് ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയൊക്കെ ഞാനിവിടെ ചതച്ചെടുത്തു. ഇതങ്ങ് ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിൽ ഒന്ന് ചതച്ചെടുത്തേച്ചാൽ മാത്രം മതി. കപ്പ വെന്തോന്നൊന്ന് നോക്കാം. കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഊറ്റിയെടുക്കാം. കപ്പ ഇവിടെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. ഒന്നാമത് നമ്മുടെ തന്നെ സ്വന്തം കപ്പയാണ്. അതുപോലെ കൊച്ചായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകി അരപ്പ് വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും 2 തണ്ട് കരിയാപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഗാർഡൻ ഫ്രഷ് കരിയാപ്പിലയാണ്. ഇനിയും ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. കപ്പ ആയോ എന്നൊന്ന് നോക്കാം. കപ്പയ്ക്കകത്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, ഉണ്ടോ? ഇനി ഇത് നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പഴയ കാലത്ത് ഇത് തുടുപ്പൊക്കെ വെച്ചായിരുന്നു ഇളക്കുമായിരുന്നേ. ഇപ്പോൾ വലിയ കലത്തിലൊക്കെയാണ് കപ്പ വേവിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കപ്പയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തവി വെച്ച് ഇളക്കിയെടുക്കുന്നത്. ഞാനിവിടെ കപ്പയെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അടിപൊളി വാട്ടുകപ്പ വേവിച്ചത്. ഇത് ബീഫ് കറിയോ ചിക്കൻ കറിയോ ഫിഷ് കറിയോ ഒക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പച്ചക്കപ്പ വേവിക്കുന്നതിലും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ കപ്പയൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ. സ്റ്റേ സേഫ്. ലവ് യു ഓൾ. താങ്ക് യു.